നമസ്കാരം. ദില്ലി അക്ഷര ശ്ലോക സദസ്സിന്റെ 26ാമത്തെ ഓൺലൈൻ അക്ഷര ശ്ലോക സദസ്സ് കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഒക്ടോബർ 11, 2020 വൈകുന്നേരം 4:30 മണിക്ക് പതിവ് പോലെ നടന്നു. പുതിയ ഒരു അംഗം കൂടെ ഇത്തവണ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്, ശ്രീമതി മൃദുല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 25ാമത്തെ ശ്ലോക സദസ്സിൽ ഒരു വീഡിയോ മീറ്റ് ഞങ്ങൾ നടത്തുകയുണ്ടായി. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ മീറ്റുകൾ ഉണ്ടാവും, മീറ്റിങ്ങുകൾ ഉണ്ടാവും, അതിൽ പലതും പറയും. അത് കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോവും, ബാക്കി കാര്യങ്ങൾ ആ വഴിക്ക് പോവും. അതിൽ നിന്ന് വ്യത്യസ്തമായി മീറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ അക്ഷര ശ്ലോക സദസ്സ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലായി അക്ഷര ശ്ലോകത്തെ അറിയാനും അക്ഷര ശ്ലോകങ്ങളിൽ അലിയാനും വേണ്ടി ശ്ലോക പരിചയം ഓരോ അംഗങ്ങൾ തുടക്കത്തിൽ ഓരോ സദസ്സിലും ചെയ്യുന്നതാണ്. ഇത്തവണ അത് ചെയ്യുന്നത് പ്രൊഫസർ എം ചന്ദ്രശേഖരൻ നായരാണ്. അതിനുശേഷം അക്ഷര ശ്ലോക സദസ്സ് നടക്കും. അതിനുശേഷം കഴിഞ്ഞ 25 സദസ്സുകളിൽ ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതായിരുന്നു എന്നും അതെന്തുകൊണ്ട് ഇഷ്ടമായി എന്നും അംഗങ്ങൾ പറയുന്നുണ്ട്. അത് ഏറ്റവും അവസാന ഭാഗത്ത് കേൾക്കാവുന്നതാണ്. എല്ലാവരെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ പ്രരോദനം എന്ന കൃതിയിലെ അവസാനത്തെ ശ്ലോകമാണ് ഞാൻ ഇന്ന് ശ്ലോക പരിചയത്തിന് ചൊല്ലുന്നത്. പ്രരോദനത്തിലെ അവസാനത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കും ആകാശമായി, ഇക്കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോകാശങ്കയകാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്ത അദ്വയശാന്തി ഭൂവിന് നമസ്കാരം നമസ്കാരമേ. 1919 രചിച്ച ഒരു വിലാപകാവ്യമാണ് പ്രരോദനം എന്ന കുമാരനാശാന്റെ കൃതി. അന്നത്തെ സാഹിത്യ രംഗത്തെ കുലപതിയായിരുന്ന AR രാജരാജവർമ്മ തമ്പുരാന്റെ അകാല നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് പ്രരോദനം. മലയവിലാസം എന്ന തൻ്റെ കൃതിയിലൂടെ കാൽപ്പനിക യുഗത്തിൻ്റെ അരുണരശ്മികൾ മലയാള സാഹിത്യത്തിൽ പ്രസരിപ്പിച്ച സാഹിത്യ നായകനായിരുന്നു AR രാജരാജവർമ്മ. അന്ന് സാഹിത്യത്തിൽ, പ്രത്യേകിച്ചും മലയാള സാഹിത്യത്തിന് സർവകലാശാലാ തലത്തിൽ ഒരു പഠന വിഷയമായി അംഗീകാരം നേടിക്കൊടുക്കുന്നതിന് യത്നിച്ച 2 മഹത് വ്യക്തികളാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാനും അദ്ദേഹത്തിൻ്റെ അനന്തരവനായ AR രാജരാജവർമ്മ തമ്പുരാൻ. അക്കാലത്ത് ഒരു വലിയ സാഹിത്യ വിവാദം തന്നെ ഉണ്ടായി. പ്രാസവാദം എന്നറിയപ്പെടുന്ന ആ വിവാദം കവിതയിലെ ദ്വിതീയാക്ഷര പ്രാസത്തെ പറ്റിയുള്ള തർക്കമായിരുന്നു. ശബ്ദ അലങ്കാരമായിട്ടുള്ള ഈ ദ്വിതീയാക്ഷര പ്രാസം കാവ്യത്തിൻ്റെ ഒരു പ്രധാന ഗുണമാണെന്നും അത് കാവ്യത്തിന്, ഉത്തമമായ കാവ്യങ്ങൾക്ക് അനുപേക്ഷണീയമാണ് എന്ന പാരമ്പര്യവാദത്തിൽ കേരളവർമ്മ വലിയകോയി തമ്പുരാനും, എന്നാൽ വെറും ശബ്ദാലങ്കാരമായ ഈ അലങ്കാരത്തിന് വേണ്ടി ആശയങ്ങളെയും അർത്ഥത്തെയും ബലികഴിച്ചുള്ള ദ്വിതീയാക്ഷരപ്രാസം ദീക്ഷിക്കാനുള്ള നിർബന്ധ ബുദ്ധി സാഹിത്യത്തിൻ്റെ ഗുണത്തെ ശോഷിപ്പിക്കുകയുള്ളൂ എന്ന് പുരോഗമനവാദിയായ AR രാജരാജവർമ്മ തമ്പുരാനും 2 പക്ഷമായി തിരികെയും അതിൽ KC കേശവപിള്ള മുതലായ കവികൾ ഒരു പക്ഷത്തും AR രാജരാജവർമ്മ മുതലായവർ മറുപക്ഷത്തും നിന്ന് സാഹിത്യത്തിൽ ദ്വിതീയാക്ഷര പ്രാസവാദം എന്ന് പറയുന്ന ഒരു വലിയ വാദപ്രതിവാദം തന്നെ ഉണ്ടായി. എന്തായാലും കുമാരനാശാൻ അതിൽ ഒരു ശിഷ്യനെ പോലെ AR രാജരാജവർമ്മയുടെ വാദത്തിന് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ മലയാള സാഹിത്യത്തിലെ കവിതയിൽ പ്രത്യേകിച്ച് പുതിയ ഭാവുകത്വത്തിൻ്റെ ഒരു ആരംഭം കുറിക്കാൻ AR രാജരാജവർമ്മയോടൊപ്പം അദ്ദേഹത്തെ ശക്തമായി നിലകൊണ്ട ഒരു കവിയാണ് മഹാകവി കുമാരനാശാൻ. അതേ ആശയപരമായിട്ടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ സാധൂകരിച്ചുകൊണ്ട്
കുമാരനാശാൻ തന്നെ പ്രരോദനത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ദ്വിതീയാക്ഷര പ്രാസവാദത്തിൽ തൻ്റെ നിലപാടെന്തെന്ന് ആശാൻ അതിലൂടെ വ്യക്തമാക്കുന്നു. ശങ്കാവേദമുദിക്കും അർത്ഥരുചിയങ്ങ് എങ്ങാ വെറും ശബ്ദമാം അങ്കോലക്കുരുവിൻ്റെ എണ്ണയിലെഴുന്ന ജാലകൗതൂഹലം എന്നിങ്ങനെ ശബ്ദാലങ്കാരത്തിൻ്റെ ജാലകൗതൂഹലത്തെക്കാൾ അർത്ഥത്തിനാണ് പ്രാധാന്യം എന്ന കവിതയെ അർത്ഥപ്രധാനമായിട്ടുള്ള നവഭാവുകത്വത്തിലേക്ക് ആനയിക്കാൻ കുമാരനാശാന് കഴിഞ്ഞു. എന്തായാലും കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിര്യാണം മലയാള സാഹിത്യ തറവാടിലുണ്ടാക്കിയ ഒരു വലിയ വിള്ളൽ അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടം ആശാന്റെ ഹൃദയത്തെ മഥിക്കുകയും അങ്ങനെ നമ്മുടെ പാശ്ചാത്യ സാഹിത്യകൃതികളിലൊക്കെ കാണുന്നത് പോലെ എലിജി അല്ലെങ്കിൽ വിലാപകാവ്യം എന്ന ഒരു മട്ടിൽ എന്ന രീതിയിൽ അദ്ദേഹം പ്രരോദനം എന്ന കൃതി എഴുതുകയും ചെയ്തു. അത് തുടങ്ങുന്നത് തന്നെ മൂടും കാർമുകിലാൽ അകാലതിമിരം ബാധിച്ചുമായുന്നിത എന്ന മനോഹരമായ ശാർദൂല വിക്രീഡത്തിൽ ആണ് ആ ശ്ലോകങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. പല പല താത്വികമായ ചിന്തകളുമൊക്കെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് AR രാജരാജവർമ്മയുടെ സാഹിത്യ സംഭാവനകളും അദ്ദേഹം വഹിച്ചിരുന്ന സാഹിത്യ നായകത്വത്തിൻ്റെ പ്രത്യേകതയുമൊക്കെ ആശാൻ പാടി പുകഴ്ത്തുന്നുണ്ട്. ഒറ്റക്കാൽ പിറകൂന്നി ഊർമികകളാൽ മിന്നും വലങ്കയ്യതിൽ ചെറ്റം വൃത്തികയേന്തി വാക്യമെഴുതി കാണിച്ചു നിൽക്കുന്നതും അറ്റം തെല്ലു ചുരുട്ടിയ ഇടതുകൈ പിൻചേർത്തു വിശ്രാന്തനായി കറ്റക്കാർഷിക പിൻപൊതുക്കി മറു കൈത്താർ വീശിലാത്തുന്നതും. അങ്ങനെ ക്ലാസ് മുറിയിൽ മലയാള സാഹിത്യം പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന AR രാജരാജവർമ്മയുടെ ഒരു തൂലികാ ചിത്രം തന്നെ ഈ ശ്ലോകത്തിലൂടെ കുമാരനാശാൻ വരച്ചു വയ്ക്കുന്നു. തത്വചിന്താ സമ്പുഷ്ടമായിട്ടുള്ള ഒരു കൃതിയാണ് പ്രരോദനം. വെറും മരണപ്പെട്ടുപോയ AR രാജരാജവർമ്മയെ പറ്റി വിലപിക്കുക എന്നുള്ളത് മാത്രമല്ല, ജീവിതം എന്താണെന്നും മരണം എന്താണെന്നും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഈ തത്വചിന്താപരമായിട്ടുള്ള മനുഷ്യൻ്റെ ദാർശനിക പ്രശ്നങ്ങളെയും ഒക്കെ വിശകലനം ചെയ്യുന്ന ഒരു കൃതിയാണ് പ്രരോദനം. ആ പ്രരോദനം വേണ്ട വിധത്തിൽ പഠിച്ച് അതിലെ ദർശനങ്ങളെപ്പറ്റിയും അതിലെ ആധ്യാത്മികതയെപ്പറ്റിയുമൊക്കെ കൂടുതൽ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ആശാന്റെ എല്ലാ മുഖ്യ കൃതികളിലും അവസാനിക്കുന്നത് പോലെ ശുഭാപ്തി വിശ്വാസിയായ ആശാൻ പ്രരോദനത്തിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് തൻ്റെ ആ കൃതി അവസാനിപ്പിക്കുന്നത്. ആ ശ്ലോകമാണ് ഞാനിവിടെ നേരത്തെ ചൊല്ലിയത്. ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കും ആകാശമായി ഇക്കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോക ആശങ്കയഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ എന്ന്. നമ്മുടെ അണ്ഡകടാഹത്തെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, മിൽക്കി വേയെ പറ്റിയൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ G. ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനത്തിൽ തന്നെ 1000 പ്രപഞ്ചത്തെ ഉറക്കി പുതപ്പിച്ചും 1000 പ്രപഞ്ചത്തെ ഉണർത്തി താലോലിച്ചും സ്ഥിരവാത്സല്യത്താലേ തുടിക്കും അനാദിയാം കരളിൽ എനിക്കിടം തന്ന കാരുണ്യം വിലുവു എന്ന് ഈ മഹാലോകത്തിൻ്റെ ഈ നിഖിലഗ്രഹ താരാ ചന്ദ്ര അർക്ക സമൂഹത്താൽ നിബിഡമായിരിക്കുന്ന ഈ സൗരയൂഥം മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഭൂമി ഏതിൻ്റെ ഭാഗമായിരിക്കുന്നു, അങ്ങനെയുള്ള ആകാശഗംഗയുടെ അണ്ഡകടാഹങ്ങളെയൊക്കെ നോക്കി അത്ഭുതപ്പെടുന്ന ഒരു മനസ്സ് G. ശങ്കരക്കുറുപ്പ് വിശ്വദർശനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ ആകാശങ്ങളെ, ഈ കാണുന്ന അനവധി ആകാശഗംഗകളെ, മിൽക്കി വേസിനെ, അല്ലെങ്കിൽ ഈ ചിതറിക്കിടക്കുന്ന ലോകത്തിലെ അണ്ഡകടാഹങ്ങളെയും അനവധി സൂര്യന്മാരെയും അവർക്ക് ചുറ്റിപ്പറ്റിയുള്ള സൗരയൂഥങ്ങളെയും ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കുന്ന ഒരു ആകാശം. അപ്പോൾ അതാണ് കുമാരനാശാന്റെ സങ്കല്പം. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയ സങ്കല്പമാണ്. തീരവും ഒടുക്കവും അവസാനവും തീരവും ഒന്നുമില്ലാത്ത ഒരു വലിയ തീക്കടൽ എനിക്ക് സങ്കല്പിക്കാൻ കഴിയും എന്ന് CV രാമൻപിള്ള പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സങ്കല്പശേഷി അത്ര വലുതാണ്. അതേപോലെ പദ്യത്തിൽ അല്ലെങ്കിൽ കവിതയിൽ ആശാന്റെ സങ്കല്പശേഷി വിപുലത, വൈപുല്യം എത്രയാണ് എന്നുള്ളത് ഈ ശ്ലോകത്തിൽ തെളിയുന്നുണ്ട്. ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കുന്ന വേറൊരു ആകാശമായിട്ട്,
ഈ കാണുന്ന സഹസ്രരശ്മികളെ ഇരുട്ടാക്കും പ്രഭാസാരമായി എന്നാണ്. ഈ കാണുന്ന പ്രകാശം എന്ന് പറയുന്ന ജാജ്വല്യമായിട്ടുള്ള ഈ അനന്തകോടി സൂര്യന്മാർ പ്രകാശിച്ചു നിൽക്കുന്ന ഈ സൗരയൂഥത്തിലെ അല്ലെങ്കിൽ ഈ അണ്ഡകടാഹത്തിലെ എല്ലാ സൂര്യന്മാരുടെ ശോഭയെയും ഇരുട്ടാക്കി കളയുന്ന വേറൊരു വലിയ തേജോപുഞ്ചം. അപ്പോൾ അതിനെ സങ്കല്പിച്ച് നോക്കുക. ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കുന്ന ആകാശം. അങ്ങനെ സ്പേസിന്റെ വിസ്തൃതി മാത്രമല്ല, ആകാശത്തിന്റെ വിസ്തൃതി മാത്രമല്ല, ആ പ്രകാശത്തിന്റെ ജാജ്വല്യമാനമായിട്ടുള്ള ആ പ്രകാശത്തിന്റെ ധോരണിയെപ്പോലും ഇരുട്ടാക്കി മാറ്റുന്നതായിട്ടുള്ള വേറൊരു പ്രകാശം. ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കും ആകാശമായി. ഈ കാണുന്ന സഹസ്ര രശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി. പിന്നെ ശോക ആശങ്കയെഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നതാം. ശോകത്തിൻ്റെ ഒരു ആശങ്ക പോലും ഇല്ലാത്ത ശുദ്ധ സുഖം, അബ്സല്യൂട്ട് ബ്ലിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ശോക ആശങ്ക എഴാത്ത, ശോകത്തിനെ പറ്റി ഒരു നാളെ ഈ സന്തോഷം മാറി ദുഃഖം ഉണ്ടാകുമല്ലോ എന്നുള്ള ചിന്ത നമ്മളെയൊക്കെ അലോസരപ്പെടുത്തുന്നത് പോലെ അങ്ങനെയുള്ള അലോസരപ്പെടുത്താവുന്ന ഒരു ചിന്ത പോലും ഇല്ലാത്ത, ശോക ആശങ്ക തന്നെ ഇല്ലാത്ത, ശോക ആശങ്ക എഴാത്ത ശുദ്ധ സുഖം, ശുദ്ധമായിട്ടുള്ള ആ ബ്ലിസ്, ആ സുഖം, അബ്സല്യൂട്ട് ബ്ലിസ്, ശോകാശങ്കയെഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നത്. ആ ദുഃഖത്തെയും ആ സുഖത്തെ, ശുദ്ധമായ ആ സുഖത്തെപ്പോലും ദുഃഖമാറ്റി മാറ്റുന്നതായിട്ടുള്ള വേറൊരു സുഖസങ്കല്പം. അപ്പോൾ ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കുന്ന ആകാശമായി, ഈ കാണുന്ന സഹസ്ര രശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോക ആശങ്കയെഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ എന്ന്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ അനന്തകോടി സൂര്യന്മാരെ എല്ലാം ഇരുട്ടാക്കി മാറ്റാൻ കഴിവുള്ള ഒരു പ്രഭയോടുകൂടിയതും ഈ കാണുന്ന ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കുന്ന വേറൊരു ആകാശമായിട്ടും ശുദ്ധ സുഖത്തെപ്പോലും ദുഃഖമെന്ന് പറയാവുന്ന രീതിയിൽ അനുഭവവേദ്യമാക്കുന്ന വേറൊരു സുഖം പോലെയും ഒക്കെ ഉള്ള ഏകാന്ത അദ്വയ ശാന്തിഭൂവിന്, അങ്ങനെ ഏകാന്തവും അദ്വയവും ആയിട്ടുള്ള ശാന്തിഭൂവിന്, രണ്ടല്ലാത്തതുമായ നമ്മൾ അദ്വൈതവാദം എന്നൊക്കെ പറയുന്ന പോലെ ജീവാത്മാവും പരമാത്മാവും ഒന്നിച്ചു ചേർന്ന് മോക്ഷമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ അനുഭവിക്കുന്ന ഏകാന്ത, അങ്ങനെയുള്ള ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ എന്ന് ഈ മരണത്തിൻ്റെ തീവ്ര ദുഃഖങ്ങൾക്ക് ഇടയിലും ആത്യന്തികമായിട്ടുള്ള ഈ പ്രപഞ്ച സത്യത്തിൻ്റെ സത്യമെന്ന് തിരിച്ചറിയാവുന്ന, ആ സത്യം തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ബ്രഹ്മാനന്ദ സുഖം അനുഭവിക്കുമ്പോൾ എത്തുന്ന ഏകാന്തവും അദ്വൈതവുമായിട്ടുള്ള ശാന്തിഭൂവിന്, ശാന്തതയുടെ, സമാധാനത്തിൻ്റെ, സ്വച്ഛതയുടെ ഭൂവിന്, അങ്ങനെയുള്ള ഒരു ലോകത്തെ ആശാൻ സങ്കല്പിച്ചിട്ട് ആ ഭൂവിന് നമസ്കാരം നമസ്കാരമേ എന്ന് പറഞ്ഞാണ് പ്രരോദനത്തിലെ ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. പ്രരോദനം എന്ന് പറഞ്ഞിട്ട് രോദിച്ചു തുടങ്ങിയ ആശാൻ പ്രഹർഷത്തിൻ്റെതായ ഒരു ലോകം നമുക്ക് കാട്ടിത്തരുന്ന ശുഭാപ്തി വിശ്വാസിയായിട്ട് ഈ അവസാന ശ്ലോകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കാവ്യത്തെ നിർത്തുന്നു. അപ്പം അങ്ങനെ പ്രരോദനത്തെ പ്രഹർഷമാക്കി മാറ്റുന്ന ഒരു ലോകസങ്കല്പം, ആ ലോകമാണ് ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കും ആകാശമായി, ഇക്കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി, ശോക ആശങ്കയെഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നതും ആയിട്ടുള്ള ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ എന്ന് ആശാന്റെ വീണപൂവിലും ആശാൻ ഇവിടെയൊക്കെ ഈ പൂവെ നീ ഇങ്ങനെ കരിഞ്ഞു അലിഞ്ഞു ആശു മണ്ണാകുമെങ്കിലും നാളെ കൽപ്പദ്രുമത്തിനുടെ കൊമ്പിൽ നീ വിടർന്നിടാം എന്നിങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസം, എല്ലാ ദുഃഖത്തിൻ്റെയും അവസാനം ഒരു നല്ല ശുഭാപ്തി വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്ന ആയിട്ട് കാവ്യത്തെ അവസാനിപ്പിക്കുന്ന ഒരു കവിയാണ് കുമാരനാശാൻ. അതും ഭാരതീയമായ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. എല്ലാത്തിൻ്റെയും അവസാനം ദുഃഖമല്ല സുഖമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പ്രബോധനത്തിലെ ഈ അവസാനത്തെ ശ്ലോകം. നന്ദി, നമസ്കാരം. ഇന്നത്തെ സദസ്സിൽ പങ്കെടുക്കുന്നവർ ശ്രീ ശേഖര വാര്യർ ഡൽഹി, ശ്രീമതി രാജി വാര്യർ ഡൽഹി, ഡോക്ടർ ജോയ് വാഴയിൽ ഡൽഹി,
ശ്രീമതി സാന്ദ്ര എസ് വാര്യർ, ഡൽഹി. പ്രൊഫസർ എം ചന്ദ്രശേഖരൻ നായർ, ഡൽഹി. ശ്രീമതി വിദ്യാ സനൽ, ഡൽഹി. ശ്രീമതി ഗിരിജ ടീച്ചർ, കൊല്ലങ്കോട്, പാലക്കാട്. ശ്രീ വാമനൻ നമ്പൂതിരി, ഡൽഹി. ശ്രീമതി ജാനകി, ഡൽഹി. ശ്രീ പി കെ ജയന്തൻ, ഡൽഹി. ശ്രീമതി സുനിത, തൃശൂർ. ശ്രീ ജിതേന്ദ്രകുമാർ, ഡൽഹി. കുമാരി ആർദ്ര വാര്യർ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീമതി രമ കെ വി, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീമതി വിജയ നായർ, ഡൽഹി. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഡൽഹി. ശ്രീമതി സരസമ്മ, ഡൽഹി. കുമാരി ദുർഗ, പെരുമ്പാവൂർ. കുമാരി ശിവപ്രിയ, കൊല്ലങ്കോട്, പാലക്കാട്. കുമാരി ഗായത്രി, കൊല്ലങ്കോട്. ശ്രീമതി മൃദുല, കൊല്ലങ്കോട്. എല്ലാവരെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്തു. കോടക്കാർവേണിയാളായൊരു ഗിരിതനുജേ ബന്ധുരാങ്കി കുരങ്കപ്പേടക്കണ്ണാൾ മണേ നിൻ പതിയൊടി വനരും പാപമെല്ലാം കുടിപ്പൻ കൂടിയിടും പ്രേമമോടൊന്നിതു പൊഴുതൽ അരുളി ചെയ്യണം ക്ഷേളമേറ്റം കൂടിയിടും കാളകൂടം തവ ദൈവനൊഴിഞ്ഞാരുപാരിൽ കുടിക്കും. കാർവില്ലിന്റെ വിലാസവും പനിമതിക്കീറിന്റെ സൗഭാഗ്യവും തെൻകാറ്റിന്റെ കുളിർമയും പുതുപനീർപ്പൂവിന്റെ സൗരഭ്യവും ഹംസത്തിന്റെ നിനാദവും സരസിജത്തേനിന്റെ മാധുര്യവും കൂടിച്ചേർന്നൊരു ദിവ്യവസ്തു വിഹരിക്കുന്നു വ്രജക്ഷോണിയിൽ. ഹാ വാഴേണ്ടിയിരുന്നയെ വിദിത വൃത്താന്തൻ ഭവത്താതനിന്നാ വിദ്യ പ്രണയിക്കെഴും രസവുമാർക്കെത്തും കൃതാർത്ഥത്വവും പൂവിൽ ധീഗതി പോലെയോ പിണയുമാശാതന്തുവെപ്പോലെയോ ജീവൻ നീളുവതില്ല മർത്യനയി കഷ്ടം പോട്ടെ ദൈവേഷ്ടമാം. ഭംഗ്യാപിംഗേ ഭുജംഗാവലിരചിത വിമർദ്ദേ കബർദ്ദേ ദധാനം തുംഗാൻ ഗംഗാതരംഗാൻ നിതിലഹുതവഹജ്വാലയാ ശോഭമാനം ശൃംഗാരാദ്വൈത വിദ്യാ പരിമളലഹരീം വാമഭാഗേ വഹന്തം മംഗല്യം കൈവളർപ്പാൻ ദിനമനുമനമേ ചന്ദ്രചൂഡം ഭജേധാ. ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ്സുമാട്ടി കാലത്തെഴും കിളികളോടഥ മൗനമായി നീ ഈ ലോകതത്വവുമയേ തെളിവാർന്ന താരാജാലത്തോടുന്മുഖതയാർന്നു പഠിച്ചു രാവിൽ. ഈ മൺകോലമുടഞ്ഞു മൺതരികളായി മാറുന്നതിൻ മുന്നമേ നാമാനന്ദസുധാരസം നുകരണം ശേഷിച്ച നാളെങ്കിലും പാഴ്മൺമേനി മറഞ്ഞു മണ്ണിനടിയിൽ മണ്ണാകവേ മദ്യമില്ലോ മൽഗാനവുമില്ല ഗായകവുമില്ല അന്ത്യത്തിലില്ലൊന്നുമേ. പീലിക്കാർ മുടികാൽ തളിർ പൊടിയുമേറ്റൊട്ടൊട്ടഴിഞ്ഞങ്ങിനെ താളത്തിൽ കുഴലും കുബേര നടയും ഗോപാലരും ഗോക്കളും ബാലസ്ത്രീകളുഴന്നു വന്നു ബാലസൂര്യനുദയാചലത്തിലരുണാംശു തൂകി ഉയരുന്നു തൽക്കാലമാരതിയൊഴിഞ്ഞു വരവേറിടുന്നു സുരവാണികൾ സാലകേരനികരെ ചകോരമുരുവിട്ടിടുന്നു ശുഭശാകുനം കാലമെത്ര സുഖദം ലതാവലി ഒരുക്കി നൽ കുസുമമഞ്ജരി. സാധിച്ചു വേഗമഥവാ നിജജന്മകൃത്യം സാധിഷ്ഠർ പോട്ടിഹ സദാ നിശിപാന്ധപാദം ബാധിച്ചു രൂക്ഷശില വാഴ്വതിൽ നിന്നു മേഘജ്യോതിസുതൻ ക്ഷണിക ജീവിതമല്ലികാമ്യം. ബന്ധുരാംഗി സതി ബന്ധമെന്തു തവ ചിന്തിതം ഘടിതി മാറ്റുവാൻ
ബന്ധുവർഗമതിനെന്തു കാര്യമരുമപ്രതീക്ഷകൾ തകർത്തിടാൻ. ബന്ധുവല്ല തവ ബന്ധനത്തിനു തുനിഞ്ഞിടുന്ന കലരന്നെയും സിന്ധുരേന്ദ്രഗമനേ ചതിച്ചു മോഹമൊക്കെ മതിയാക്കി ഞാൻ. ബാലസ്വഭാവ സുലഭം കളിയാകെ നിന്നു കോലം പകർന്ന വടിവാർന്നു വളർന്നു വന്നു. ശീലത്തിനും പ്രകൃതിഭേദമെന്നു പാഠശാലയ്ക്കകം പുതിയ വേഷമിതൊന്നു തന്നു. ശ്ലോകത്തിൽ ഭ്രമമറ്റു ജീവിതരണക്ലേശം മറക്കാൻ വെറും ശ്ലോകം വല്ലതുമൊക്കെ വല്ല പൊഴുതും കുത്തിക്കുറിച്ചങ്ങിനെ. ശ്ലോകത്തിൽ കഴിയാൻ കൊതിച്ചിടുമെനിക്കെന്തുണ്ടു നല്ല അക്ഷരശ്ലോകം. ന്യായപീഠമേറി ഞെളിയാനത്രയ്ക്കുമിത്രങ്ങളെ. ശരണമേവനുമേ കരുതൊന്നുകിൽ തരണമാരണമാരണമാരണം ത്വരയൊടൊത്തഥവാ ജനമള്ള തൻ ചരണമോരണമോടരുതാരുമേ. തുമ്പിക്കയ്യാൽ തുരത്തിയിടുക നിരയഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടൂണിഞ്ഞു പൈമ്പാലട പഴമവിലും വെച്ചു സേവിച്ചു നിൽക്കേ. മുമ്പിൽ ഗന്ധർവയക്ഷപ്രഭൃതികൾ മൊഴിയുന്നക്ഷര ശ്ലോകവും കേട്ടമ്പോടുണ്ണാതെ കർണാലസ ചലനമൊടും മേവുമുണ്ണിഗണേശൻ. മൂളിയിടും ഭൃംഗപാളി വിപലന മധുരാം മാലികാം കൈത്തലേ ചേർത്താളീദത്തവലംബ നിജതനു മഹസാരംഗമുദ്യോദയന്തി. പ്രീളാവേശേന രാമാനനമിടയിടയിൽ കട്ടുനോക്കി പ്രമോദവ്യാലോലമെല്ലമെല്ലെന്നരികിലുപഗത കോമളാഭ്യാം പദാഭ്യാം. പോകട്ടതൊക്കെ യഥവായുവലോകമേലുമേകാന്തമാം ചരിതമാരറിയുന്നു പാരിൽ. ഏകുന്നു വാക്പടുവിനാർത്തി വൃതാപവാദം മൂകങ്ങൾ പിന്നിവ പഴിക്കുകിൽ ദോഷമല്ലേ. എല്ലാം അസ്ഥിരമെന്ന തത്വമടിയൻ ഓർക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം ഉള്ളിൽ തടഞ്ഞു ഹൃത്തിനെ സദാ ബന്ധിച്ചിടുന്നു വിഭോ. ജ്ഞാനം നാസ്തി വിവേകമില്ലിനിയും ഓർക്കാൻ ശ്രമിക്കുന്നു ഞാൻ. താനോ ജീവനൊരസ്ഥിരത്വം അതിനാൽ നിസ്സാരമാണൊക്കെയും. ജാതിസ്പർദ്ധകൾ പുഷ്പവാണിയെ അലങ്കോലപ്പെടുത്തിയിടവേ താഴെ പൂഴിയിൽ വീണ പൂക്കളെടുത്താശ്വാസമേകിടുവാൻ. പാതിത്യം പുരളാതൊരേ ചരടില പുഷ്പങ്ങൾ കോർത്തിടുവാൻ പാഴല്ലാത്തൊരു യത്നമാർന്ന കരുണാധാമത്തെ വാഴ്ത്തുന്നു ഞാൻ. പീലിക്കൺമണി 4 പുറമേ ചേർത്തുള്ള പൂഞ്ചായലും ചാലിച്ചുള്ള മനശിലാതിലകവും മന്ദസ്മിതാർദ്രാനനം ബാലപ്പെൺകൊടിമാർ നിറഞ്ഞ തെരുവിൽ സന്ധ്യാഗമേ തേഹരേ കാലിക്കൂട്ടവുമായി വരുന്ന വരവും കണ്ടാവുകാർ വർണ്ണരേ. ബ്രഹ്മാവിൻ്റെയും അന്ധകന്റെയും അഹോടിപ്പാട്ടുമെണ്ടിൽ കിടന്നമ്മേ ഞാൻ വലയുന്നിതെത്ര യുഗമായെന്നാണിതിൻ മോചനം. ധർമാധർമ്മ പരീക്ഷണത്തിനിമേൽ
കാലന്റെ കച്ചേരിയിൽ ചെമ്മേ ഹാജരണിക്കിളച്ചു തരണം തദ്ദർശനം കർശനം. ധ്യാനത്തിൽ പരതുന്ന വേരുകൾ വടക്കേടത്തു സർവേശ്വരോദ്ഗാനത്തിൽ ചികയുന്ന ചില്ലകൾ ഇലച്ചുണ്ടത്തു പഞ്ചാക്ഷരം. ഞാനല്ലോ തിരുമുമ്പിലിങ്ങനെ കണിക്കൊന്ന തണുപ്പായി തളിർത്താനന്ദിപ്പത് ഹാ പൊഴിഞ്ഞതു സഹസ്രാബ്ദങ്ങളോ പൂക്കളോ. ഞാനേറ്റം ശുഭ്രനാണൻ വസനനിരകളോ നിർമ്മലം നീലമൈ പൂണ്ടോനേ സൗന്ദര്യവാനേ തിരുവടികൾ നമിച്ചിത്തമർത്ഥിച്ചിടുന്നേൻ. നീ നേരിൻ ധാമമാണൻ ധവളിമതികയാനെന്നിലിറ്റിക്കണേ ശ്രീമാനേ കാരുണ്യവാനേ തവമിഴികൾ ചെരിച്ചുള്ളിലെത്തുള്ളി നീലം. നീലക്കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ വിടർന്നു പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ. കാലം കൊത്തിയെടുത്ത ഹംസദമയന്തീ ശില്പമിന്നും നളന്നാലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ദേശകാവ്യങ്ങളോ. കൊണ്ടാടിക്കൊണ്ടു ഞാനിക്കവനവനിയിലെ കൽപ്പകപ്പൂക്കളാകും വണ്ടാർക്കും ശ്ലോകമോരോന്നതിരസമറിവിൻ ചെപ്പിലായി സഞ്ചയിക്കേ. തണ്ടാരിൻ കാന്തി ചിന്തുന്നവയിലലിയുമാ സൗരഭം പെയ്തു പെയ്തെൻ ചുണ്ടാകെത്തേൻ കിനിഞ്ഞു. പുതിയ ഗഗനവും ഭൂമിയും കണ്ടറിഞ്ഞു. താനേ തൊണ്ട നനയ്ക്കയില്ലിവൾ നനച്ചിടാതെ ഈ നിങ്ങളെ താവും കൗതുകമെങ്കിലും കരുണയാ പൊട്ടിച്ചിടാ പല്ലവം. പൂരിക്കുന്നിരവൾക്കു നിങ്ങൾ പുതുതായി പൂക്കുന്ന നാളുത്സവം. പൂകുന്നു പതിഗേഹമായി വളിതാ നൽകിയിടുവിൻ സമ്മതം. പണ്ടു നാളിലൊരു മുക്കുവന്നു കടലിൽ കിടച്ചു കുടമൊന്നതിൽ പൂണ്ടു ദുഃഖമൊടുവാണ ഭൂതഗണനാഥനേകി ഘടമോചനം. വീണ്ടുമായവനെയ കുടത്തിനകമേറ്റുവാനുഴറിടുന്നൊരാ മണ്ടനാണു മതവൈരഭൂത പരിഭൂതനായ നവമാനവൻ. വേണ്ട ഖേദമഡോസുതേ വരികയെന്നോതും മുനീന്ദ്രന്റെ കാൽ തണ്ടാർ നോക്കി നടന്നതോ വദനയായി ചെന്ന സഭാവേദിയിൽ. മിണ്ടാതന്തികമെത്തിയൊന്നനുശയക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൾ പൗരസമക്ഷമന്നിലയിലേ ലോകം വെടിഞ്ഞാൾ സതി. മേഴത്തോളഗ്നിഹോത്രി രജകൻ ഉളിയന്നൂർത്തച്ഛനും പിന്നെ വള്ളോൻ വായില്ലാക്കുന്നിലപ്പൻ വടുതലമരുവും നായർ കാരയ്ക്കൽ മാതാ. ചെമ്മേ കേളുപ്പുകൊറ്റൻ പെരിയ തിരുവരങ്ങത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടനകവൂർച്ചാത്തനും പക്കനാരും. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഹാ തത്വമസ്യാദിമവാക്യരത്നമഹാഖനേ മാമകമാതൃഭൂവേ
നിനക്കു പണ്ടേ പരദൈവമല്ലീ ഗിരീശനെ പോലെ പയോധിശായും. നോക്കേണ്ട കർമ്മഫലമൊക്കെയും ഈശ്വരങ്കലാക്കേണമായതിഹ നിഷ്ക്രിയനായിടാതെ നീക്കേണമാശകളനുക്ഷണം ഏവമായാലൂക്കേറുമാധികളകന്നു ശുഭം ഭവിക്കും. നേന്ത്രപ്പഴക്കുലകൾ മാമ്പഴമെന്നു വേണ്ട, പൂന്തിണ്ണ തന്നിലണയാത്ത പഴങ്ങളില്ല. ഉണ്ടായിരുന്നു മയിലും കുയിലും പിറാവുമുണ്ടായിരുന്നു, മല പോലൊരു സഹ്യപുത്രൻ. ഉന്നതർക്കിടയിലുൽക്ക പോലിഹ തെഹൽക്ക വന്നു നിപതിക്കവേ, കന്നിമാസ ശുനകാരവത്തൊടു തിരഞ്ഞെടുപ്പു തിരനീക്കവേ, വെണ്ണിലാച്ചിരിയുമായി നേതൃനിര തിണ്ണ തോറുമൊളി വീശവേ, പഞ്ഞമെന്തൊഴുകിടുന്നു പാലരുവി മഞ്ഞിലാകെ മകരന്തവും. വിറയ്ക്കുമെൻ കരങ്ങൾ കൂപ്പി നിന്നടുത്തു നിൽക്കവേ, തുടിക്കുമെൻ്റെ ജീവനന്യൊന്നുമില്ല നൽകുവാൻ. കരുത്തു വേണ്ടെനിക്കു നിന്റെ കാൽക്കലൊന്നു വീഴുവാൻ, തരിച്ചിടേണ്ട മന്മനം നിനക്കു കാഴ്ച വയ്ക്കുവാൻ. കൃതികൾക്കു നെടും തപസ്സിനാം ക്ഷിതിവാസം സ്വസുഖത്തിനല്ല താൻ. എതിരിട്ടു വിപത്തൊടെന്നു മുന്നതി വിശോത്തരനാർന്നു രാഘവൻ. എന്തൊണ്ടയിൽ തങ്ങിയ വെണ്ണ വേഗം കീഴ്പോട്ടിറങ്ങിയിടണമെങ്കിലമ്മേ, ചൂടുള്ള പാലേകണമെന്നു കെഞ്ചി കൊഞ്ചുന്ന നിൻകേളി നിനച്ചിടുന്നേൻ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം? കാരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരേ കൈപ്പു ശമിപ്പതുണ്ടോ? കലയുടെ കളിവീടാം കേരളത്തിൽ തുടിക്കും കലകളിലെതിരറ്റുള്ള അക്ഷരശ്ലോകശില്പം. കലകളിലൊരു കേളിക്കൊത്ത വിജ്ഞാന വായ്പിൻ കലകളെ വിളയിക്കാം ബാലഹൃത്തിൻ തടത്തിൽ. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഘേതാവഹ, ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിത്രസാർദ്രം, നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ഭോധിപൂരേ രമേരൻ. നോതിര്യഞ്ജം ന മർത്യം ന ച സുരമസുരം, ന സ്ത്രിയം നോ പുമാംസം, ന ദ്രവ്യം കർമ്മജാതിം, ഗുണമപി സദസദ്വാപി തേ രൂപമാഹു. ശിഷ്ടം യത്സ്യാനിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതഃ, തത്കൃച്ഛ്രേണ വിദ്യമാനം പരമസുഖമയം ഭാതി, തസ്മൈ നമസ്തേ. ശ്വേതച്ഛായം കൃതേ ത്വം മുനിവരവഭുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം ശ്രുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ. സേവന്തേ തന്ത്രമർഗൈ വിലസതരിഗതം ദ്വാപരേ ശ്യാമളാംഗം
നീലം സങ്കീർത്തനാദ്യൈ ഇഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. സീതയ്ക്കുണ്ടായിരുന്ന കഥനദഹനനെ താനെടുത്താകെ വീശി സ്വാതന്ത്ര്യത്തോടു ലങ്കാപുരി മുഴുവനെയും ചുട്ടുപൊട്ടിച്ച ഭസ്മം മൈതങ്കും തൻ ഭുജാവിക്രമ വിപുല യശോരാശിയാണെന്നമർത്യ പ്രാതത്താലേറെ വാഴ്ത്തപ്പെടും അനിലസുതൻ ശ്രീ ഹനുമാൻ സഹായം. മുത്തണിഞ്ഞ കുടചാമരം തഴനിറം കലർന്ന പലവാദ്യവും 100 നവസുന്ദരാംഗികൾ വിളക്കെടുത്തു പിറകെ മുതാ ഭക്തി പൂണ്ടു പദപങ്കജം തൊഴുതു ലോകതിങ്ങിയുടനെങ്ങുമേ ചിത്രമേ തിരുവനന്ത നൽപുരമർന്ന ശീവലി മഹോത്സവം. ഭൂരിപക്ഷവിധി നേടി നാട്ടിലധികാരമേറ്റ ജനവഞ്ചകന്മാരിലില്ല ഭരണീയരോടലിവർക്കു വേണ്ടതു പണം സുഖം. നേരിനെ കുരുതി ചെയ്തു നാടിതു മുടിക്കുവോരുടെ ഹൃദന്തരം മാരിയറ്റ മരുഭൂമി തന്നെ അതിനേതുമില്ലറിക സംശയം. 4 പഠിച്ച ഗുരുവിൻ പാദം തലോടീ ചിരം 5 മൊഴി തന്നെ അപാങ്കവലയിൽ ചാടിയിട്ടുഴന്നേനഹം. കോലം കെട്ടുക കോലകങ്ങളിൽ നടക്കെന്നുള്ള വേലയ്ക്കിനി കാലം വാർദ്ധകമാകയാൽ അടിയന ചാടിക്കൊലാ ഭൂപതേ. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണാ യാവദുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരഃ ക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയൻ. പോയി കൈരളിതൻ പ്രശസ്തതനയൻ പോയി മഹാപണ്ഡിതൻ പോയി ശിക്ഷസുകുൽ പ്രിയൻ വസിതമായി അമ്മേനി പേരായി മഹാൻ മായി ഭൂതമഹോ ജഗസ്ഥിതി ഇതാ മാതൃക്ഷരിൽ ശോകമിസ്തായി ഭാവമിയെന്നു ബാഷ്പനിരയും നിൽക്കാത്ത നീർച്ചാട്ടമായി. മെച്ചപ്പെട്ട വളങ്ങളില്ല മഴയുള്ളപ്പോൾ വിതച്ചില്ല മേൽപ്പച്ചത്തോലളിയില്ല വിത്തിരവലാണ് ഉത്സാഹമില്ലൊന്നിനും. കൃത്രം കർഷകവൃത്തി വിട്ടൊഴിയുവാനില്ല ആത്മധൈര്യം ധ്രുവം പുച്ഛിക്കാം ചിലർ നല്ലതെങ്കിലും എനിക്കാവില്ല പുത്തൻ കൃഷി. കണ്ടിടാനുണ്ടെളുപ്പം കളകമലദള കണ്ണനാമുണ്ണിയെ നാം തെണ്ടേണ്ട നാടുതോറും ഗുരുഭവനപുരത്തിങ്കലും ചെന്നിടേണ്ട. ഉണ്ടോ പൈമ്പാരൊരൽപ്പം മതിമതിയതു നാം ഉള്ളിൽ വെക്കേണമെന്നാൽ കണ്ടിടാം കണ്ണനെത്തും കൊതിയനതു കവർന്നുണ്ണുവാൻ മെല്ലെ മെല്ലെ. ഉണ്ണി ഗണേശ്വരനു പമ്പരമായി ചമഞ്ഞു വിണ്ണിൽ കിടന്നു തിരിയുന്ന മുനിക്കകാണ്ടേ മണ്ണിൻ ചുവട്ടിലമരും ഭുവനങ്ങൾ കൂടി കണ്ണിൽ പതിഞ്ഞു പലവട്ടമിതെന്തു മായം. മങ്ങാതെ കാണുമൊരു നിൻചിരിയെന്നു തെല്ലൊന്നെങ്ങാനുമേ കുതുകജന്യമുദിക്കയുള്ളൂ. അങ്ങാതി തൊട്ടഹ പുച്ഛരസത്തിനൊത്ത ചങ്ങാതിയായതു ഭയങ്കരമായിടുന്നു. ആലസ്യമാണ്ടമുഖമൊട്ടു കുനിച്ചു വേർത്ത ഫാലസ്ഥലം മൃദുകരത്തളിർ കൊണ്ടു താങ്ങി ചേലഞ്ചി മിന്നുമൊരു
വെൺകുളിർക്കൽ തറയ്ക്ക് മേലങ്ങു ചാരുമുഖി ചാരിയിരുന്നിടുന്നു. ചന്തമുറ്റരസികൻ പദങ്ങൾ വെച്ചന്തമറ്റ ജനമാനസങ്ങളിൽ പന്തടിച്ചു കളിയാടി പണ്ടഹോ പന്തളത്തിനുടെ കാവ്യസുന്ദരി. പ്രാതലൂണിനു വിരുന്നു വന്നവനു താടകാക്യ നവഭോജനം പ്രേതനാഥനു വിളമ്പുമുജ്വല കളംബശുംഭിത കരാംബുജം പ്രീതി ശൃംഗലിത നേത്ര സങ്കുല കൃപാതരംഗതരളം മമ പ്രാദുരസ്തു മതിദർപ്പണേ മരണരോഗഹാരി പരമൗഷധം. പത്മാകരം ദിനകരോ വികചം കരോതി ചന്ദ്രോ വികാസയതി കൈരവചക്രവാളം നാഭ്യർത്ഥിതോ ജലധരോപി ജലം ദദാതി സന്തസ്വയം പരഹിതേഷു കൃതാഭിയോഗ. നൊന്ത ചിത്തമൊടു നിന്നു കണ്ണുനീർ ചിന്നിഹൈ മനസരോജമൊത്തവൾ സന്തപിച്ചു വധുവിന്നധീരമാണന്തരംഗമതിവിജ്ഞയാകിലും. സുഖം സുഖം കൈവശമുള്ള വസ്തു കാന്താരമെങ്ങും തിരയുന്നു നമ്മൾ. പരം സുഖപ്രാപകമിപ്രപഞ്ച പാതേയമാകുന്നു പരോപകാരം. പാരിൽ സൂര്യ പരത്തിടായിക കിരണം നിഷ്പക്ഷപാതം ഭവാൻ പോരും ചന്ദ്ര പൊഴിഞ്ഞതാർക്കുമൊരുപോൾ നീ പൂനിലാവെന്നുമേ. നേരായി നിങ്ങൾ സമത്വധർമ്മമുപദേശിച്ചാലും ഇച്ഛാശഠൻ പാരം പണ്ഡിതമാനിയാണു നരൻ പാഠങ്ങൾ തേടില്ലവൻ. നോവിപ്പിക്കാതെ ശസ്ത്രക്രിയകളുടെ സഹായങ്ങളില്ലാതെ തിക്തം സേവിപ്പിക്കാതെ പൂർവാർജിത കവന കലാബോധ ബീജാങ്കുരത്തെ ഭാവം നോക്കി തുടുപ്പിച്ച കമല വികസിപ്പിച്ചു സഞ്ജാതമാക്കും പ്രാവീണ്യത്തിനു കേൾവിപ്പെടുമൊരു സുധിയാണക്ഷരശ്ലോക വൈദ്യൻ. ഭാസ്കരേട്ടനുടെ ഭാസമാന മൃദുഹാസപൂർണമുഖപത്മവും ലാസ്യലേശമിയലാത്തതാം കപടനാട്യവും ചടുലനോട്ടവും ഹാസഹിപ്പനെളുതല്ലഹന്ത നിജഗോഷ്ഠിയേവമിനി കാണുകിൽ കൂസലില്ലിവനു തെല്ലുപോലുമിനി ബന്ധമറ്റ നിലവന്നിടാൻ. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോ തേ. സാന്ദ്രച്ഛായം വിശാലാരുണ കമലദലാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ദേവത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്യൈവ മേ വിശതു മാനസരാജഹംസ. പ്രാണപ്രയാണസമയേ കഫവാതപിത്തൈ കണ്ഠാവരോധനവിധൗ സ്മരണം കുതസ്തേ. രാഗസുന്ദര മനോഹര മദനമോഹന മധുനിഷൂദന നീലവർണ്ണമിയലുന്ന നെഞ്ചിൽ വനമാലയാർന്ന മുരളീധര. രാധ തന്നുടെ ഹൃദന്തരത്തിൽ
രാഗത്തിൽ നടമാടിടും ഭുവന സുന്ദര രാഗമാലിക കൊരുത്ത മഞ്ജുള മനം കവർന്ന യദുനന്ദന. ധാത്രി തന്നുടയ ബന്ധുവാം തവ വലത്തു കണ്ണു പകൽ തീർപ്പതാം രാത്രിയെ പരിചരിപ്പു നിന്നുടയിടത്തു കണ്ണു ശശി ആകയാൽ ധാത്രി തെല്ലുവിരിവാർന്ന ഹേമനളിനാഭമാമളിക ദൃക്കിനാൽ ആത്രിയാമ പകലെന്നിവയ്ക്കിടയിലുള്ള സന്ധ്യയഭിസൃഷ്ടയായി പദനിന്ദിത മൃദു പങ്കജ നഖ നിന്ദിത ഖഗതേ ഗളനിന്ദിത വരകംബുക ഭുജ നിന്ദിത ഭുജകം സ്മിത നിന്ദിത വരകുന്ദക മുഖ നിന്ദിത ശശഭൃത് കച നിന്ദിത തിമിരം തവ തിരുമൈ പരികലയേ. കെട്ടിവാർകുഴൽ വകഞ്ഞു പിന്നിലളകേഷു പീലികൾ തൊടുത്തു പൂമ്പട്ടുകൊണ്ടു വടിവോടൊടുത്തു രസിഹാരമിട്ടു വനമാലയും പൊട്ടണിഞ്ഞു നിടിലത്തടത്തിലടർ പാർത്തു രഥമേറി ചമ്മട്ടി മുഷ്ടിയിൽ മുറുക്കി നിന്നരുളും ഇഷ്ടദൈവതമുപാസ്മഹേ. തുമ്പി കൈയൊട്ടുയർത്തി സുരഭി കമലമൊന്നർച്ചനാസ്തോത്രമാക്കി വെമ്പി ചിഹ്നം വിളിപ്പൂ ദുരിത വിവശനായി ഗജേന്ദ്രൻ മുരാരേ. പിൻപിൽ ഗ്രാഹഗ്രഹം ഞാൻ അടിപതറിയിതാണിടുന്നങ്ങു മോക്ഷം അൻപിപ്പോഴാർന്നു നൽകിയിടുക ഝടിതി ശമിക്കട്ടെ സംസാര ദുഃഖം. കാളകണ്ഠനുമയൊത്തു നല്ല കരിവേഷമാർന്നു പല കാട്ടിലും കേളിയാടി കളരാസലീലകലയാക്കി വാഴും അളവേഗത കോളടിച്ചു കളഭാനനൻ ശിശു ജനിച്ച നേരമതി കൗതുകം മേളമോടുമുലയൂട്ടിടും ഗിരിജ നൽകുമേ സകല മംഗളം. തൂവെള്ളിപ്പർവതത്തിൻ കൊടുമുടിയിലിരുപ്പാണിരപ്പാളിയാണ് പൂവമ്പദ്വേഷിയാണ് തനുപകുതിയുമയ്ക്കുള്ളതാണുള്ളോടൊപ്പം വേവിക്കും തീയു കണ്ണിൽ കരുണയുടെ കളിത്തട്ടുമങ്ങെന്തുമേവം ഭാവിക്കും പോലെയാടും നവനടനകലാദക്ഷ മാം രക്ഷ രക്ഷ. ക്ഷീരസിന്ധുവിലനന്ദശായിയായി പാരിതിങ്കലഖിലം നിറഞ്ഞവൻ ചാരുദർശന സുഖപ്രദായകൻ ശ്രീരമാപതി തുണയ്ക്ക സന്തതം. എല്ലാ മംഗലവും തുറന്നു പരിശോധിച്ചിട്ടു പാൽ കക്കുവാൻ തെല്ലും കിട്ടിയതില്ലതിൽ കലശലായി ക്ഷോഭിച്ചു കോവാന്ധനായി അല്ലിൽ സ്വൈരമുറങ്ങിടുന്നൊരരുമപ്പിഞ്ചോമലിൻ ചന്തിമേൽ നുള്ളി കഷ്ണമെടുത്തുപോയ വികൃതി ബ്രഹ്മത്തിനെ കൈതൊഴാം. ആറും നീറുമെളിമ്പു തുമ്പമലരും പാമ്പം വിളിത്തെല്ലുമെന്നാറും മാറിലണിഞ്ഞ ശങ്കരപദം ചിന്തിപ്പവർക്കഞ്ചസ മാറും മാറിനകത്തു കേറി മരുവും താപങ്ങൾ പാപങ്ങൾ പോയി മാറും കൂറോടു ചേർന്നു കൊൾക മനമേ ത്വൽപാദയുഗ്വേ സദാ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം
അംഗീകൃതാഖില വിഭൂതിരപാങ്കലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായാം. അടികൂപ്പിന കലിമൂർത്തിയിലഭയം കരനിവനജ്ജടിമാരുടെ ജനിഭൂമിയിൽ മുടിച്ചൂടിന ജടിതാൻ കുടിലൻ വിധുമുടിയിൽ ഭണിയുടലിൽ ഗളഭുവിയോ കുടികൊള്ളുവതു വിഷമത്ഭുതമിതു ശങ്കരചരിതം. ഒരു മാതിരി ഒരു നാളിലും ഒരുവന്നകമറിയാത്തൊരു മാധുരി തിരളും തവ തിരുമെയ്യതു കരളിൽ കരുതാനിട കരുണാകര കനിവോടിത വരണം ഗുരുമാരുതപുരനായക മുരശാസന ശരണം. യക്ഷാധീശ്വരപട്ടമോ മഹിതമാം സ്വരാജ്യ സാമ്രാജ്യമോ ത്രൈക്ഷാദിത്രിദശാധികാര നിലയോ വേണ്ട നമുക്കൻ വിഭോ. ലക്ഷാദിത്യ സമാനമായൊരനഖജ്യോതിസ്സു ചിന്നുന്ന നിൻ നക്ഷാമത്ഭുത ചിൽസ്വരൂപം അകമേ കാണായി വരേണം സദാ. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാതമസാധുമുപാശ്രയൻ. അണ്ഡം തൽ ഖലു പൂർവസൃഷ്ട സലിലേ തിഷ്ടൽ സഹസ്രം സമ നിർഭിന്നന്നകൃതാചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രേകരപാദമൂർധനിവഹേ നിശേഷ ജീവാത്മകോ നിർപാദോസി മരുൾ പുരാധിപസമാം ത്രായസ്വ സർവമയാൽ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ. കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതമംഗരാഗഘന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതമുദഞ്ച തംശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. അമ്പത്തൊന്നക്ഷരാളീ കലിതതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോടു പൂക്കും കുസുമ തതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർബാണദമ്പ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിന വലയാധീശ്വരീ വിശ്വനാഥേ. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത് പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈർ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. അടുത്തതായി എനിക്ക് ഇഷ്ടപ്പെട്ട ശ്ലോകം. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ശ്ലോകം പരിചയപ്പെടുത്തുന്നത് ശ്രീ ജിതേന്ദ്രകുമാർ. നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം
അതായത് ഡൽഹി അക്ഷരശ്ലോക സദസ്സിൻ്റെ 1 തൊട്ട് ഇതുവരെ കഴിഞ്ഞ സദസ്സുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം, ഒരു സംശയവുമില്ല, 7ാമത്തെ നമ്മുടെ സദസ്സിൽ 2ാമത്തെ റൗണ്ടിൽ ഗിരിജ ടീച്ചർ ചൊല്ലിയ ഒരു ശ്ലോകമാണ്. ശ്ലോകം ഇതാണ്: ബ്രഹ്മാവിൻ്റെയും അന്തകൻ്റെയും അഹോടിപ്പാട്ടുമെൻ്റിൽ കിടന്നമ്മേ ഞാൻ തിരിയുന്നിതെത്ര യുഗമായി, എന്നാണിതിൻ മോചനം. ധർമാധർമ്മ പരീക്ഷണത്തിനിമേൽ കാലൻ്റെ കച്ചേരിയിൽ ചെമ്മേ ഹാജരനിക്കിളച്ചു തരണേ തദ്ദർശനം കർശനം. ഈ ശ്ലോകം ബൈ ചാൻസ് നമ്മുടെ 26ാമത്തെ സദസ്സിൽ പുതിയ അംഗം ശ്രീമതി മൃദുല ആദ്യ റൗണ്ടിൽ തന്നെ ചൊല്ലുകയും ചെയ്തു. അത് വളരെ ഭംഗിയായി ചൊല്ലിയിട്ടുണ്ട്. അതൊരു കാരണം തന്നെയാണ് എനിക്ക് ഈ ശ്ലോകം ഇഷ്ടപ്പെടാൻ. പക്ഷെ അതിലുപരി ഈ ശ്ലോകം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിലെ ഒരു ഹാസ്യത്തിൻ്റെ, കനത്ത ഹാസ്യത്തിൻ്റെ സാന്നിധ്യമാണ്. ഒരു ഹിഡൻ ആക്ഷേപഹാസ്യം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അർത്ഥം വളരെ എളുപ്പമാണ്. പറയുന്നത് ബ്രഹ്മാവിൻ്റെയും അന്തകൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൽ കിടന്ന്, ബ്രഹ്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ ജനനം, അന്തകൻ്റെ എന്ന് പറഞ്ഞാൽ മരണം, ജനന മരണ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിലുള്ളതാണ് ജീവിതം. ഈ ജീവിതചക്രങ്ങളിൽ കുടുങ്ങിയിട്ട് യുഗങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന കവി പറയുന്നത് ഇതിൽ നിന്ന് എനിക്കൊരു മോചനം വേണമെന്നാണ്. ആ ധർമാധർമ്മ പരീക്ഷണങ്ങൾ പിന്നെ നടക്കും കാലൻ്റെ കച്ചേരിയിൽ. അപ്പോൾ ആ കച്ചേരിയിൽ നിന്ന് എനിക്ക് ഒരു പേഴ്സണൽ അപ്പിയറൻസിൽ നിന്ന് എനിക്ക് ഇളവ് വേണം എന്നാണ് പറയുന്നത്. ചെമ്മേ ഹാജർ എനിക്ക് ഇളച്ചു തരണേ. അതായത് ഹാജർ ഒന്ന് പേഴ്സണൽ അപ്പിയറൻസിൽ നിന്ന് ഒരു എക്സെപ്ഷൻ വേണം എന്നാണ് കവി പറയുന്നത്. ഇതതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥമാണ്. അതായത് മോക്ഷം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. പക്ഷേ ഒരല്പം കവിയെക്കുറിച്ചും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അറിയുമ്പോഴാണ് ഇതിൽ ആക്ഷേപഹാസ്യം മനസ്സിലാവുക. ഇതെഴുതിയത് ശ്രീ ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരിയാണ്. അദ്ദേഹം കൊടുങ്ങല്ലൂർ കളരിയിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ വെൺമണി കവികളുടെയൊക്കെ സമകാലീനനായ ഒരു കവിയായിരുന്നു. അപ്പോൾ ഈ ശ്ലോകം അദ്ദേഹത്തിൻ്റെ ദേവീ വ്യാപാശ്രയ സ്തോത്രത്തിലെ 5ാമത്തെ, അതായത് 5ാമത്തെ ശ്ലോകമാണ്. അതിലാകെ 10 ശ്ലോകം മറ്റേ ഉള്ളൂ, ചെറിയൊരു സാധനമാണ്. അതിൽ 5ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഈ പ്രത്യക്ഷ അർത്ഥത്തിലുപരി ഇതിലൊരു അർത്ഥമുണ്ട്. അത് ഒറവങ്കര അദ്ദേഹം കുറേ കാലം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം ജീവിച്ചിരുന്ന ഒരു കവിയൊന്നും ആയിരുന്നില്ല. 10-50 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. എങ്കിലും അതിലൊരു വലിയ കാലഘട്ടം അദ്ദേഹത്തിന് ചില നിയമവ്യവഹാരങ്ങളിൽ കുടുങ്ങി കോടതി കച്ചേരികളിൽ കുറേ സമയം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത് ഈ കോടതിയും വ്യവഹാരവും എത്രയധികം കഷ്ടമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കി അതിനെ കളിയാക്കുമ്പോൾ ഏതാണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ പയ്യേ നിനക്കും പക്കത്തായിരുന്നോ ചോറ് എന്ന് ചോദിക്കുമ്പോൾ അത് ആ പയ്യൻ്റെ ചാണകത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ്. അപ്പോൾ ആ പക്കത്തെ കളിയാക്കാനാണ് അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്, പക്കത്തെ ചോറിന്. അതുപോലെ ഇദ്ദേഹം കോടതികളെ കളിയാക്കാനായിരുന്നു ഇത് ഉപയോഗിച്ചത്. കോടതി വ്യവഹാരങ്ങളിൽ ചെന്ന് കുടുങ്ങിയാൽ ജനന മരണങ്ങൾക്കിടയിലുള്ള ആ ജീവിതം മൊത്തം കോടതി വ്യവഹാരങ്ങൾ തിന്നു തീർക്കുകയും അതിനുശേഷം വീണ്ടും വീണ്ടും ജഡ്ജിയുടെ, അതായത് കാലൻ്റെ കച്ചേരിയിൽ ധർമാധർമ്മ പരീക്ഷണങ്ങൾ നടക്കുകയും എല്ലാം ഉണ്ടാകും. അതായത് ഈ ജനന മരണ ചക്രങ്ങൾ തന്നെ പാഴിലായി പോകുന്ന ഒരു നിയമവ്യവസ്ഥിതിയാണ് എന്ന് പരോക്ഷമായി പറയുകയാണ് കവി. അങ്ങനെ ഈ നിയമവ്യവസ്ഥയെ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ കോടതികളുടെ വളരെ നീണ്ട
അതിൻ്റെ പ്രൊസീജിയേഴ്സിനെയെല്ലാം അദ്ദേഹം കളിയാക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ശ്ലോകം എത്ര മനോഹരമാണെന്ന് മനസ്സിലാവുന്നത്. ശാർദൂല വിക്രീഡത്തിലാണ് ഈ ശ്ലോകം ചെയ്തിട്ടുള്ളത്. അക്ഷരശ്ലോക സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വൃത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ മനോഹരമായിട്ട് രണ്ടുപേരും ചൊല്ലുകയും ചെയ്തു. ഇക്കാരണം കൊണ്ടാണ് എനിക്ക് ഈ ശ്ലോകം ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നന്ദി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും നന്ദി.